ഇപ്പൊ ജ്ഞാനത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ജ്ഞാനദാഹികൾ എന്നൊക്കെ പറയും. ആദ്യം ഒരു ആഗ്രഹമാണ് വരിക. അവര് ഓരോ ജ്യോതിഷന്റെ അടുത്ത് പോയി, ഞാൻ പറഞ്ഞ പോലത്തെ അറിവുള്ള ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയി, അല്ലാതെ ഏതെങ്കിലും ഒരു ജ്യോതിഷൻ അട്ടമംഗലം വെക്കാൻ അറിയാവുന്ന ജ്യോതിഷനാണ്, പണ്ഡിതനാണ്, സാധകനാണ്, ശ്രീവിദ്യാ ഗുരുവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജ്ഞാന പാരമ്പര്യത്തിലെ വിഷയങ്ങൾ അറിയുന്ന ഒരാളുകൾ അയാളെ കൃത്യമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നോക്കണം. താൻ തിരഞ്ഞെടുക്കാൻ പോണ ഗുരു എനിക്ക് പറ്റുമോ, ആ ഗുരുവിന് പൂർണ്ണമായിട്ടുള്ള സദാശിവൻ വരെയുള്ള തന്റെ ഇടയിലുള്ള ഗുരു പാരമ്പര്യം പൂർണ്ണമായിട്ട് ശുദ്ധമായിട്ടിരിക്കുന്നുണ്ടോ, പരിപൂർണ ജ്ഞാനലയം സംഭവിച്ച ഗുരുക്കന്മാരാണോ, സ്വഗുരുവും പരമഗുരുവും പരാപര ഗുരുവും പരമേഷ്ടി ഗുരുവും ആദിഗുരു വരെയുള്ള ഗുരുക്കന്മാരെല്ലാം ജ്ഞാനപാരമ്പര്യത്തിൽ അതിശുദ്ധരാണോ എന്ന് നോക്കണം. അങ്ങനെ ഒരു പല ഗുരു പരമ്പരയെ പറ്റി നമ്മൾ അറിഞ്ഞ് അവിടെ പോയി നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു കാര്യം ചിലപ്പോൾ ആദ്യം ഒരു കാര്യം കുറെ കൊല്ലം കൊണ്ട് മനസ്സിലാവുക, ഒരു ഗുരു പരമ്പരയിൽ നിന്നും ദീക്ഷ എടുക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക. കാരണം ഒരു ഗുരു പരമ്പരയും ശുദ്ധമായ നിലയിലല്ല ഇരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഗുരു പരമ്പര ദുരിതം കുറഞ്ഞ പരമ്പര ഉണ്ടെങ്കിൽ അത് തനിക്ക് പറ്റാത്തതാണ് കാണുന്നതെങ്കിൽ അതും പറ്റില്ല. ഇപ്പൊ ഒരു ഗുരു പരമ്പരയിൽ വന്നു, എന്റെ അടുത്ത് വന്നു, എന്റെ ഗുരു പരമ്പര ശുദ്ധമാണ്, എന്റെ ഗുരു പരമ്പര ശുദ്ധമാണെന്ന് പറയാൻ വേണ്ടി അല്ല ഈ വീഡിയോ. ഇവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി ഇവിടെ ഒരാൾ വന്നു എന്ന് വിചാരിക്കുക, ഇത് ജ്ഞാന പാരമ്പര്യമുള്ള ഒരു ഗുരുകുലാണ്, പരിപൂർണ ജ്ഞാനം നിങ്ങൾക്ക് നേടിത്തരാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു ഗുരുകുലാണ്. പക്ഷേ നിങ്ങളിവിടെ വന്നു, നിങ്ങൾ പോയി ജനീഷിന്റെ അടുത്ത് പോയി നോക്കി എന്ന് വിചാരിക്കുക, നമ്മുടെ ജയം വായ്പ്ര അല്ലെങ്കിൽ ആത്മാനന്ദനാഥൻ എന്ന് പറയുന്ന ഗുരു എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന് ജ്ഞാന പാരമ്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ ഗുരു പരമ്പര അല്ല വേണ്ടത് എന്ന്. അങ്ങനെ വന്നാൽ ഇപ്പൊ ഈ ഗുരു പരമ്പരയിൽ നിങ്ങൾക്ക് ജ്ഞാനം വഴി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്റെ വഴിയാണ് ശരിയെന്ന് വിചാരിക്കാൻ ഗുരുവിനും പറ്റില്ല. ഗുരു ഇനി തിരിച്ചു ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പിന്നീട് അറിയുള്ളൂ. ശിഷ്യന്റെ കാര്യമാണ് ചോദിക്കുന്നത്, ശിഷ്യനാവാൻ പോകുന്ന ഒരാള്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്ന പലതരം സമ്പ്രദായങ്ങളുണ്ട്. നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പഠിക്കാവുന്ന എന്തെങ്കിലും ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു ഇത് യോഗം പഠിക്കുക എന്നുള്ളത്. യോഗത്തിന്റെ ജ്ഞാന വഴിയില്ല, നമുക്ക് നിത്യേന അഭ്യസിക്കാൻ പറ്റുന്ന ഒരു യോഗമാർഗം. യോഗമാർഗം അത്യുന്നതമായ മാർഗമാണ്. അഷ്ടനാഗ ഗുരുക്കന്മാരാണ് യോഗത്തിന്റെ സമ്പൂർണ്ണ രഹസ്യങ്ങൾ അറിയാവുന്ന ഗുരുമണ്ഡലം അഷ്ടനാഗങ്ങളിലാണ് ഇരിക്കുന്നത്. ആ അഷ്ടനാഗ ഗുരുക്കന്മാരുടെ പ്രത്യക്ഷമുള്ള ഗുരുപരമ്പര ഉണ്ടെങ്കിൽ യോഗമാർഗം മാത്രം മതി ശരിക്ക് ജ്ഞാനത്തിന്. ശുദ്ധീകരണവും വേണം, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ യോഗമാർഗത്തിൽ കുറച്ച് ആസനങ്ങൾ പഠിക്കുക, നല്ലൊരു പ്രാണായാമമൊക്കെ അഭ്യസിച്ച് നല്ല കൃത്യമായിട്ട് മാത്രയിൽ ചെയ്യിപ്പിക്കാറാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും ലഘുവായിട്ടുള്ള ലഘുതമമായിരിക്കുന്ന ഒരു അനുലോമ വിലോമ പ്രാണായാമം വേണമെങ്കിൽ പഠിക്കുക. അഷ്ടകുംഭകങ്ങളൊക്കെ ഉണ്ട് യോഗമാർഗത്തിൽ. കുംഭക പ്രാണായാമ എന്നാണ് പ്രമാണം. കുംഭകമാണ് പ്രാണായാമം, കുംഭിച്ചിരിക്കുക. എന്നത് മാത്രം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പൈൽസൊക്കെ ഉണ്ടാവും. ആണ് ഈ യോഗം പഠിച്ച് പ്രാണായാമം തുടങ്ങുമ്പോൾ പൈൽസ് ഉണ്ടാവും, ചിലത് പറഞ്ഞാൽ മൂലക്കൂര് ഉണ്ടാവും. എന്നിട്ട് അത് പൊട്ടി ചോരയൊക്കെ ഒരു ബോഡി ഹീറ്റാവും. അധിക സമയം ചെയ്യുന്നതിലല്ല, കുറച്ച് നമ്മൾ ലഘുവായിട്ട് നല്ല റിലാക്സ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാവധാനത്തിൽ, എന്നാൽ അതിൻ്റെതായ ഒരു വേഗമുണ്ട്. ഇപ്പൊ യോഗമാർഗത്തിലുള്ള ക്രിയായോഗ പദ്ധതി എന്ന് പറഞ്ഞാൽ തന്നെ പദ്ധതി ഇപ്പൊ പ്രചരിക്കണം എന്നാൽ പരമ്പരയുണ്ട്. ഹംസയോഗ മാർഗമുണ്ട്. ഹംസവിദ്യ എന്ന് പറയുന്നത് ഇപ്പൊ ചില ആൾക്കാർക്ക് മാത്രമേ അറിയാവുള്ളൂ എന്ന് പറയുന്നത്. ഹംസവിദ്യ ഗുരുവിദ്യയുടെ ഭാഗമാണ്. മഹാഗുരുവിദ്യ എന്ന് പറയുന്ന ജ്ഞാനവഴിയിലെ വിദ്യയുടെ ഭാഗമാണ് ഹംസവിദ്യ. അപ്പൊ ആ ഹംസവിദ്യ അതൊരു യോഗമാർഗമാണ്. സിദ്ധജ്ഞാന വഴിയില് സിദ്ധമാർഗത്തിൽ ഒത്തിരി യോഗമാർഗങ്ങളുണ്ട്. അപ്പൊ ഈ യോഗമാർഗങ്ങൾ ഏതെങ്കിലും സ്വീകരിച്ചാൽ അതിൽ മന്ത്രോപാസനയും പദ്ധതിയും ഒന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് വലിയ അപകട സാധ്യതയില്ലാതെ കൃത്യമായ മാത്രയിൽ പ്രാണായാമാദികളൊക്കെ ചെയ്താൽ
നല്ലൊരു സാധനമായിട്ട് നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. ഇപ്പൊ ആസനങ്ങളൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു നല്ലോണം യോഗം പഠിപ്പിക്കുന്ന ഒരാളുടെ അടുത്ത് പോയാൽ ഇപ്പൊ അറിയാവുന്ന കുറെ പേരുണ്ടല്ലോ, ആ പഠിച്ചെടുക്കാം. ഒരു പ്രാഥമിക, അത് ജ്ഞാനഗുരു എന്ന് വിചാരിക്കരുത്, ഒരു പ്രാഥമികമായിട്ടൊരു പരിശീലന നിലയിൽ നമുക്ക് വലിയ അപകടമില്ലാത്തൊരു വഴിയാണ്. അതിലെ തന്നെ നിങ്ങൾ സംയമ പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ നല്ല ജ്ഞാനപാരമ്പര്യമുള്ള യോഗമാർഗത്തിൽ ജ്ഞാനപാരമ്പര്യമുള്ള ഗുരുവിനെ സ്വീകരിക്കണം. ത്രയമായിരിക്കുന്ന ധാരണ, ധ്യാന, സമാധി എന്ന് പറയുന്ന 3 കാര്യങ്ങളെ ധാരണ, ധ്യാനം, സമാധി ഇത് ഒന്നായിട്ടും പറയും. ഇതിനെ ഒന്നാക്കിക്കൊണ്ടൊരു പ്രത്യേക രീതിയിൽ ചെയ്യുന്ന സംയമ പദ്ധതികളുണ്ട്. ആ സംയമ പദ്ധതിയിൽ പ്രവേശിക്കുമ്പോൾ ബാണലിംഗം പോലെയുള്ള മഹാധ്യാന മാർഗങ്ങളൊക്കെ ജ്ഞാനവഴിയിലെ യോഗമാർഗത്തിലെ ധ്യാനമാർഗങ്ങളൊക്കെ വരും. പ്രണവവിദ്യയുടെ സാധന യോഗമാർഗത്തിലും സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ വരുമ്പോൾ ഈ ജ്ഞാനപാരമ്പര്യമുള്ള ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം. അതിന് ദീക്ഷയൊക്കെ ഉണ്ട്. വെറുതെ നമ്മളെ ഏതെങ്കിലും സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് യോഗം പഠിപ്പിക്കുന്ന ആളുടെ അടുത്തുനിന്ന് ധ്യാനം തൊട്ടുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ ധ്യാനം എന്ന എല്ലാത്തിനെയും പറയും. ഇപ്പൊ മറ്റേ 2 ദിവസം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് കൂട്ടപ്രാർത്ഥന നടത്തുന്നതിന് ധ്യാന യോഗം എന്ന് പറയും, അല്ലെ? ധ്യാന പ്രാർത്ഥന എന്നൊക്കെ പറയും, ധ്യാന യോഗം. അതും ധ്യാനം അതൊന്നുമില്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളായിരിക്കുന്നതിനെ എത്തിപ്പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കണം, ഉണരുകയാണ്. ഉറങ്ങണേനാണ് ധ്യാനം എന്ന് പലരും പറഞ്ഞത്. ഉറങ്ങിലല്ല ധ്യാനം, ഉണരുന്നതാണ്. നമ്മളിപ്പോ ഇരിക്കുന്ന ഈ നിലയിൽ നിന്ന് നമ്മളായിരിക്കുന്ന ബോധത്തിലേക്ക് ഉണരുകയാണ്. അതാണ് വലിയ ധ്യാനം. അപ്പൊ യോഗമാർഗം അപകടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. ഞാൻ ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. യോഗമാർഗം നമുക്ക് ആരംഭിക്കാൻ, ഒരു സാധകനെ ആരംഭിക്കാൻ വേണമെങ്കിൽ സാധിക്കാവുന്ന ഒരു വഴിയാണ്. കുറെ വഴികളുണ്ടെന്ന് സൂചിപ്പിച്ചു. മന്ത്രമാർഗം സ്വീകരിക്കുമ്പോൾ ശരിയായ ജ്ഞാനവഴിയുള്ള ഗുരുവിൽ നിന്നല്ലെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടുപോകും. ഇപ്പൊ ചില ജ്ഞാനവഴി ഇല്ലാത്ത ദേവതകൾ, അതായത് ജ്ഞാനപാരമ്പര്യത്തിലെ ദേവതകളെ വേണം ഉപാസിക്കാൻ. വിഷയങ്ങളൊക്കെ ചെറിയ വിഷയങ്ങളല്ല. അതായത് ജ്ഞാനവഴിയുള്ള ഇപ്പൊ സദാശിവന്റെ പരമ്പരയിൽ ശ്രീവിദ്യാ പദ്ധതിയാണ് ചെയ്യുക. ശക്തി മാർഗത്തില് ജ്ഞാനമാർഗം മന്ത്രവിഭാഗങ്ങളിൽ ഞാൻ മന്ത്രതന്ത്രത്തിലേക്ക് വരികയാണ്. യോഗം ഞാൻ ലഘുവായിട്ട് സൂചിപ്പിക്കും. തന്ത്ര വഴിയുള്ള ഒരു ഗുരുവിനാണ് എനിക്കിഷ്ടം, ആവശ്യം എന്ന് തോന്നിയെന്ന്. ഈ 3 വഴികളും സമന്വയിപ്പിച്ചിട്ടാണ് മഹാജ്ഞാന വഴികളെല്ലാം പോയിരിക്കുന്നത്. യോഗവും തന്ത്രവും വേദാന്തവും. വേദാന്തം എന്ന് പറഞ്ഞാൽ സിദ്ധജ്ഞാന വഴിയാവാം, സിദ്ധ ജ്ഞാനമാർഗം ശൈവമാർഗമാവാം. ശൈവത്തിൽ തന്നെ വേറെയും ഇപ്പൊ കാശ്മീരം എന്നൊക്കെ പറയുന്ന അവിടെ കുറച്ച് വിപുലീകരിച്ച ശൈവ വഴിയുണ്ട്. അതുപോലെ തന്നെ വൈഷ്ണവ മാർഗം എന്ന് നമുക്ക് പറയാവുന്ന മാർഗമുണ്ട്. ശാക്തേയവും ശൈവവും ശരിക്കും ചേർന്നാണ് ഇരിക്കുന്നത്. എന്നാലും ഉപാസന പദ്ധതിയിൽ ശാക്തേയം എന്ന് പറയുന്ന, ബാക്കി ദേവതകളെ വെച്ച് വേറെയും ഉപാസനാ മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഗാണപത്യമുണ്ട്, കുമരം എന്ന് പറയുന്ന മതങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എനർജിയെ 3ആയിട്ടാണ് ഒരു പരമ്പര തിരിച്ചിരിക്കുന്നത്. ഒന്ന് ശൈവം, വൈഷ്ണവം, ശാക്തേയം. ഈ 3 വഴിയിലും ജ്ഞാന വഴിയുണ്ട്. അതായത് 3 വഴിയും നമുക്ക് ജ്ഞാനത്തിന് വിരുദ്ധമല്ല. വൈഷ്ണവത്തിൽ മാത്രമേ ജ്ഞാനമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ശൈവത്തിലും ജ്ഞാനമുണ്ട്, ശാക്തേയത്തിലും ജ്ഞാനത്തിലും. ഇതിലെ മന്ത്രദീക്ഷാ പദ്ധതിയിൽ ഒരു പ്രശ്നമുണ്ട്. തന്ത്രത്തിന് ജ്ഞാനം ആർജിക്കുന്നതിൽ ഒരു പരിമിതിയുള്ള വിദ്യയാണ് തന്ത്രം. തന്ത്രം പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഉടനെ അതിൽ കയറിയിട്ട് ആരും പിടിക്കണ്ട. തന്ത്രമാണ് ജ്ഞാനത്തിന് ഏറ്റവും ശുദ്ധമായ മാർഗം എന്ന് വിചാരിച്ചിരിക്കുന്നവർ പാരടയും മാറിയിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ശരി എന്ന് അവർ ധരിച്ചിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ശരി. പക്ഷേ തന്ത്രമാർഗത്തിൽ ജ്ഞാനിയായി തീർന്ന എത്ര പേരുണ്ട് എന്ന് ഞാൻ ജ്ഞാനപാരമ്പര്യത്തിൽ പരിശോധിക്കണം. തന്ത്രം മാത്രം ഉപാസിച്ച് ജ്ഞാനപരമ്പര, ഒരു ശ്രീവിദ്യാ പരമ്പര എടുക്കുകയായിരിക്കും. ഇപ്പൊ രാമേശ്വരത്ത് നിന്ന് ഒരു പരമ്പരയുണ്ട്. അതിൻ്റെയും മൂലം അവർ മഹാരാഷ്ട്രയിലാണ്.
അപ്പൊ അതൊരു പരമ്പരയാണെന്ന് വിചാരിക്കും. ഭാസ്കരരായർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു മഹാഗുരു ഉണ്ട്. അദ്ദേഹത്തിന്റെ പരമ്പരയില് താന്ത്രികന്മാരാണല്ലോ. താന്ത്രികൻ എന്ന് പറഞ്ഞാൽ തന്ത്രോപാസന ചെയ്തിട്ടുള്ളവരാണ്. ആ തന്ത്രോപാസനയിൽ ഇപ്പൊ നമ്മൾ ആ പരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവിന്റെ പരമ്പര അവർ പരിശോധിക്കുകയാണ്. ഇപ്പൊ ഗുരു പരമ്പരകൾ എന്താന്ന് പറഞ്ഞാൽ ഗുരുവിനെ പരിശോധിക്കരുതെന്ന് വിചാരിച്ച് തെറ്റായി ധരിച്ചിരിക്കുകയാണ്. അത് ജ്ഞാന പാരമ്പര്യമല്ല. തന്റെ ഗുരു സമാധിക്ക് ശേഷം യഥാർത്ഥ ജ്ഞാനലയം വന്നോ എന്ന് ഉത്തമനായ ഒരു ശിഷ്യൻ നോക്കി മനസ്സിലാക്കി അത് വന്നിട്ടില്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്ത പരിഹാരങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹത്തിന് ജനിക്കണമെങ്കിൽ ജനിക്കാനുള്ള സാഹചര്യം ഒരുക്കണം, അദ്ദേഹത്തിന് ലയിക്കണമെങ്കിൽ ലയിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ഇപ്പൊ താന്ത്രികന്മാരെ ശ്രീവിദ്യാതന്ത്രത്തിൽ അവരുടെ അന്ത്യേഷ്ടി എന്ന് പറയുന്ന ഒരു ക്രിയ ചെയ്യും. അന്ത്യേഷ്ടി എല്ലാ സമ്പ്രദായത്തിനും ഉണ്ട്, താന്ത്രികന് മാത്രമൊന്നുമല്ല. ജ്ഞാന പാരമ്പര്യത്തിലും അന്ത്യേഷ്ടി ഉണ്ട്. അന്ത്യേഷ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ക്രിയാംഗമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ക്രിയയായിട്ടൊരു പദ്ധതി ഉണ്ട്, ആ പദ്ധതി ചെയ്യും. പിന്നെ കൗള ശ്രാദ്ധം കൗളന്മാർ ചെയ്യും, അല്ലെങ്കിൽ ശ്രാദ്ധം ചെയ്യും ഗുരുവിന് വേണ്ടി. അതുകൊണ്ട് ലയിച്ചു എന്ന് ധരിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സർവ്വ ഗുരു പരമ്പരയിലും എല്ലാ ഉപാസകന്മാർക്കും ദുരിതാണ്. ഗുരു പരമ്പരയിൽ നിന്നുള്ള ദുരിതാണ് 90%, 10% അവരുടെ സ്വന്തം ദുരിതം. ഇപ്പൊ ഈ ഗുരു പരമ്പരയിൽ നിന്ന് ദുരിതം വരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും നമ്മുടെ സമ്പ്രദായ ഗുരുക്കന്മാർക്ക് ഉണ്ടാവും. 1000 കണക്കിന് ഗുരുക്കന്മാർ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഓരോ മൊത്തം സംസ്ഥാന ഭാരതത്തിൽ എന്തോരം ഗുരുക്കന്മാരുണ്ടാവും. അവർ ഗുരുക്കന്മാരായത് അവരുടെ തെറ്റൊന്നുമല്ല. അവരെ ഗുരു ആവാനുള്ള നിയോഗമുണ്ട്, ഗുരു ആവാനുള്ള അവരായി തീർന്നേക്കുവാണല്ലോ. ആരും പിടിച്ചാക്കിയേക്കണേലല്ലോ. പിടിച്ചാക്കിയവരുണ്ടോന്ന് എനിക്കറിയാനുള്ളത്. അവര് ഗുരു ആയിപ്പോയില്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ആ ജ്ഞാന പാരമ്പര്യത്തിൽ അവര് താന്ത്രികന്മാർക്ക് ഇപ്പൊ ഭാസ്കരനായ തൊട്ട് സ്വന്തം ഗുരുവായി നിൽക്കുന്നവര് വരെ ലയിച്ചോന്ന് നമ്മൾ നോക്കണം, ആത്മാർത്ഥമായിട്ട് നോക്കണം. നോക്കുക എന്ന് പറഞ്ഞതിൽ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അവരത് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ പാരമ്പര്യത്തെ ശുദ്ധി ചെയ്താണെന്നല്ല, അവര് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് നിങ്ങളെ. അപ്പൊ ഇത് കേൾക്കുന്ന താന്ത്രികന്മാരെ എന്നോട് കയർക്കാതെ അവരവരുടെ ഗുരു പരമ്പരയിൽ ലയമുണ്ടോ, തന്റെ ഗുരുവിനുണ്ടോ, അദ്ദേഹത്തിന്റെ ഗുരുവിനുണ്ടോ, അദ്ദേഹത്തിന് ദുരിതമുണ്ടോ എന്ന് ഓരോരുത്തരെ അറിയാവുന്നത് വെച്ച് നോക്കൂ. എന്നിട്ട് അത് എങ്ങനെ പരിഹരിക്കണം എന്ന് ആലോചിക്ക്. ചുമ്മാ താന്ത്രിക ക്രിയ കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല കേട്ടോ. ജ്ഞാന വഴിയിലുള്ള സമ്പ്രദായത്തിൽ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. താന്ത്രികന്റെ പ്രതിഷ്ഠയും താന്ത്രികന്റെ കർമ്മങ്ങളും അപ്ലൈഡ് തന്ത്രവും ഇതിന് സാധ്യമല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് തന്ത്രം. ഒരു പരിമിതി ഉണ്ട്. ദേവതയെ നിങ്ങൾക്ക് പ്രതിഷ്ഠാക്കാം. അതായത് തന്ത്രത്തിന്റെ പരിമിതി ഒരു ഈശ്വരോപദേശം പോലെ ഞാൻ പറയാണ്. തന്ത്രത്തിന് പരമാവധി അച്ചീവ് ചെയ്യാവുന്നത് ദേവതാ പ്രതിഷ്ഠ.